ഹായ് ഗായ്സ്, ഇന്നത്തെ ഈസ്റ്റർ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് ശനിയാഴ്ച വൈകുന്നേരം എടുക്കുന്ന വ്ളോഗാണ്, സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ശനിയാഴ്ച വൈകുന്നേരം 8 മണിക്കാണ് ഇവിടെ മാസ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു രാത്രി 2 മണി 3 മണിക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ രാത്രി 8 മണിക്കാണ് മാസ്. അപ്പം ഞങ്ങൾ അതിനു വേണ്ടി പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഇന്ന് ചേച്ചിയുടെ അടുത്താണ് കേട്ടോ ഞങ്ങളുടെ ഈസ്റ്റർ സെലിബ്രേഷനൊക്കെ. കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വഴിയെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഫുള്ള് കാണണേ. ഇത് ചുമ്മാ പട്ടി ഷോ ആണ് കേട്ടോ. ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് ചുമ്മാ ഫേസൊക്കെ അപ്ലൈ ചെയ്തിട്ട് നോക്കുന്നതാണ്. ഇന്ന് ഞാനൊരു സാരിയാണ് കൊടുത്തിരുന്നത്. ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ, ആമസോണിൽ വാങ്ങിയതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. അതിന് ഈ ബ്ലൗസ് ഞാൻ ഇവിടുന്ന് വേറെ തന്നെ എടുത്തതാണ് കേട്ടോ. ഓൺലൈനല്ല, ബ്ലൗസ് ഞാൻ വേറെ തന്നെ റെഡിമെയ്ഡ് എടുത്തതാണ്. എന്തായാലും മോശമില്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ചുമ്മാ ഞാൻ ഒന്ന് നോക്കുന്ന കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൂടെ കാണിക്കുകയും ചെയ്യാമല്ലോ. പക്ഷേ എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി. ഇത് ഹൊറിസോണ്ടലായിട്ട് എടുക്കാൻ വിട്ടുപോയി. എടുത്തപ്പോഴേക്കും അത് വെർട്ടിക്കലായിപ്പോയി കേട്ടോ. എന്തായാലും സാരമില്ല, ഇനിയുള്ള ഭാഗങ്ങൾ ഞാൻ ഹൊറിസോണ്ടലായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് അത് സ്കിപ്പ് ചെയ്ത് പോവല്ലോ കേട്ടോ. ഇനി അങ്ങനെ എടുത്ത ഭാഗങ്ങളുണ്ട്. ഇത് നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭാഗമായതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കളയാൻ മനസ്സ് വരാത്തതുകൊണ്ട് ഇട്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും ബാക്കിയും കൂടെ കാണണേ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചുമ്മാ ഒരു സ്റ്റൈലാകാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ. എല്ലാവരും കാണണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നതാണ് കേട്ടോ. നല്ല മഴയായിരുന്നു ഇറങ്ങിയപ്പോഴേക്കും. കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ കണ്ണെന്ന് നേരെ കാണുന്നേ ഇല്ല. ഇവിടെ ഈ സമയത്താണ് കേട്ടോ മഴക്കാലമാണ് ഇവിടെ. എന്നാലും നാട്ടിലെ പോലെ പെയ്യാറില്ല. അതാണ് കേട്ടോ. പള്ളിയിൽ ചെന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ചുമ്മാ പള്ളി നിറയെ ആൾക്കാരായിരുന്നു. ഏറ്റവും പുറകിലാണ് കുർബാന തുടങ്ങിയ ശേഷം എത്തിയത്. അതുകൊണ്ട് ഏറ്റവും പുറകിലാണ് ഇരിക്കാൻ സ്ഥലം കിട്ടിയത്. അപ്പോൾ എനിവേ അവിടെ ഇരുന്നു. ഇവിടുത്തെ ഒന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. മാസിൻ്റെ സമയത്ത് സത്യം പറഞ്ഞാൽ 2-3 മണിക്കൂർ കട്ട പോസ്റ്റാകും കേട്ടോ. അപ്പം ഞങ്ങൾ പള്ളിയിൽ നിന്ന് വെറുതെ എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ കട്ടൻ കാപ്പി കുടിക്കുന്നതാണ്. പിന്നെ മുട്ടക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ മുട്ടക്കറി ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. ചുമ്മാ ഒരു ഇൻട്രോ കൊടുത്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും വോയിസ് ഓവർ കൊടുക്കുന്നതല്ലേ, അപ്പോൾ അതിന് മൊത്തം കൊടുത്തേക്കാന്ന് വിചാരിച്ചു. രാവിലെ അപ്പവും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ അതുണ്ടാക്കിയിട്ട് ഉടനെ തന്നെ ചേച്ചിയുടെ അടുത്തേക്ക് പോകണം കേട്ടോ. 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചേച്ചിയുടെ അടുത്തേക്ക് പോയിട്ട് അവിടെ നമുക്ക് കുറച്ച് പരിപാടികളുണ്ടല്ലോ. ഞങ്ങൾക്കിന്ന് കുറച്ച് ഗസ്റ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിനെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യണേ. ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം ഇതാണ് കേട്ടോ മുട്ടക്കറി. രാവിലത്തെ മുട്ടക്കറി എന്താണെന്ന് അറിഞ്ഞില്ല. എത്രയൊക്കെ നന്നായിട്ട് വെച്ചാൽ എനിക്ക് എൻ്റെ മുട്ടക്കറി അത്ര ഇഷ്ടപ്പെടാറില്ല. വേറെ ആരെങ്കിലും വെച്ച് തന്നാൽ എനിക്ക് ഇഷ്ടപ്പെടും. ഞാൻ വെക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടാറേ ഇല്ല. അപ്പോൾ ഞാൻ അപ്പം ചുട്ടു വേഗം ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ ചുമ്മാ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് ചോദിച്ചു. ഞാൻ കഴിക്കുന്ന അപ്പം മുട്ടക്കറി എന്താണെന്ന് അറിഞ്ഞില്ല. എനിക്ക് എൻ്റെ മുട്ടക്കറി തീരെ പിടിക്കാറില്ല. എന്നാലും വേറെ നിവൃത്തിയില്ലല്ലോ, അത് കഴിച്ചില്ലേ പറ്റുള്ളൂ. അതൊക്കെ വെറുതെ ഷോ കാണിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇന്ന് പോയിട്ട് അടിപൊളി പരിപാടിയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി, പിന്നെ പന്നിക്കറി ഉണ്ട്. ചിക്കൻ ബിരിയാണി പന്നിക്കറി ആണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം അത് പോയിട്ട് ചെയ്യാം. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് വെറുതെ എടുത്താണ് കേട്ടോ വണ്ടിയിൽ കയറിയപ്പം. അപ്പോൾ ഉണ്ണിക്കുട്ടനുണ്ട്, എന്നെ കൊണ്ടുവിടാൻ പോകുന്നതാണേ. ഉണ്ണിക്കുട്ടനും ഉണ്ട്, ചേട്ടായും ഉണ്ട്. ചേട്ടായി കടയിലെ സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാൻ പോയിരിക്കുവാണ്. അപ്പം ഞങ്ങൾ ചുമ്മാ അവൻ്റെ അടുത്തൊരു ഉമ്മയൊക്കെ ചോദിച്ചിട്ട് അവൻ ഭയങ്കര ജാടെ, അവനൊന്നും തരുന്നില്ല. അപ്പം ഞങ്ങൾ ചേച്ചിയുടെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ചെന്നു. ഇത് തുമ്പി എന്ന് വെച്ചാൽ ചേച്ചിയുടെ അനിയത്തിയല്ല, സോറി മാർക്ക്, ചേച്ചിയുടെ മോളാണ് കേട്ടോ. ഞങ്ങൾ രണ്ടും ബെസ്റ്റീസാണേ. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവർ കളിക്കുകയാണ് കേട്ടോ. തുമ്പിക്കൊരു സൈക്കിളുണ്ട്. ഉണ്ണിക്കുട്ടൻ അവൻ്റെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതൊക്കെ വെച്ച് മുറ്റത്ത് കുറേ സ്ഥലമുണ്ട് കേട്ടോ. അവനതുവഴി അവരെല്ലാവരും കുട്ടികൾ 3 പേരും കൂടെ കളിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ നാത്തൂൻ, എൻ്റെ ചേച്ചി. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ അടുക്കളയിൽ വൻ പരിപാടിയാണ്. ഇഞ്ചി ചിരണ്ടുന്നു, വെളുത്തുള്ളി പൊരിക്കുന്നു, ചിക്കൻ കഴുകുന്നു, അങ്ങനെ ഫുൾ പരിപാടിയാണ് കേട്ടോ. ചുമ്മാ ടൈം പാസിന് എടുത്തതാണ്. കിച്ചൺ നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഫുൾ ഹറിബറി കുക്കിംഗ് ആകുമ്പം എല്ലാവരുടെയും കിച്ചൺ, ഈസ്റ്ററിൻ്റെ ഒക്കെ ദിവസം കിച്ചൺ ഇങ്ങനെയാണല്ലോ കുക്ക് ചെയ്യുന്ന സമയത്ത്. എന്താ ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചി ഇഞ്ചി ചിരണ്ടുന്നുണ്ട്, വെളുത്തുള്ളി എല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇത് പന്നി കറി വെക്കാനുള്ള പന്നി റെഡിയാക്കിയിട്ടില്ല, കഴുകാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉള്ളി പൊളിക്കുക. കുറേ ഉള്ളി വേണം കേട്ടോ. ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴേക്കും കുറച്ച് ഗസ്റ്റും കൂടെ ഉണ്ട്. പറയണ്ട, കുക്ക് ചെയ്ത് നമ്മൾ പെണ്ണുങ്ങളങ്ങ് മരിക്കുക. എന്താ ഉള്ളിയൊക്കെ അരിഞ്ഞ് ചിക്കനൊക്കെ തിരുമ്മി വെച്ച് ചിക്കൻ വറക്കുകയാണ് കേട്ടോ. നമ്മളൊക്കെ വറുത്ത്, ചില ആൾക്കാർ ചിക്കൻ വേവിക്കുന്ന ഡയറക്റ്റായിട്ട് വേവിച്ച് ബിരിയാണി വെക്കുന്നവരുണ്ട്. നമ്മളൊക്കെ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ബിരിയാണി ആക്കുന്നത്. അപ്പോൾ റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല. ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഞാനൊരു വേറൊരു വീഡിയോയിൽ വേറെ തന്നെ റെസിപ്പി വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കത്തൊന്നും ഗസ്റ്റ് വന്നതും പോയതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബിരിയാണി. ഫുൾ തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര ബിസിയായിരുന്നു. പെട്ടെന്ന് കുക്ക് ചെയ്ത് പെട്ടെന്ന് ഗസ്റ്റിന് കൊടുക്കുമ്പോൾ അതൊന്നും എടുക്കാനൊന്നും പറ്റിയില്ലേ. ഇതാണ് ഞങ്ങളുടെ ബിരിയാണി.
വലിയ മോശമില്ലായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിരുന്നു എന്ന അഭിപ്രായം പറഞ്ഞു. എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് താറാവ് കറിയാണ് കേട്ടോ ആദ്യം കാണിച്ചത്. അത് നമുക്ക് വേറൊരാൾ തന്നതാണേ. പിന്നെ പന്നിക്കറിക്ക് സള്ളാസ് തീർന്നു പോയി കേട്ടോ എല്ലാവരും കഴിച്ചപ്പം. അപ്പം ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുത്തിനിരുന്ന് ഭയങ്കര വിരാതെ അടിക്കുകയാണ് കേട്ടോ. ബാക്കി എന്ത് സഹിക്കാം, പക്ഷേ ഇവൻ്റെ വർത്താനം മാത്രം സഹിക്കാൻ പറ്റില്ല. നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാനേ ആ കൊച്ചിൻ്റെ വണ്ടിയിൽ സൈക്കിൾ ഓടിക്കാൻ പിടിക്കുക. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞൂടാ. ആരോടും പറയണ്ട കേട്ടോ, നാണക്കേടാ. അവിടെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ട്. ആ കൊച്ചിൻ്റെ ക്ഷമ സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ നാലുപേരും കൂടെ വെറുതെ ഇങ്ങനെ സന്ധ്യ പുറത്തേക്ക് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ലേസൊക്കെ പൊട്ടിച്ച് കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. വീട്ടിൽ 2-3 ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒപ്പം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.